എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിൽ ഹെൽത്ത് കെയർ, റിസർച്ച്, ഫാർമസ്യൂട്ടിക്കൽ, അഗ്രികൾച്ചർ, ഫുഡ് ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ ഇപ്പോഴുള്ള വളർച്ച ബയോടെക്നോളജി കോഴ്സിന് വലിയ ഡിമാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബയോടെക്നോളജി ഫീൽഡിൽ ഒരു കരിയർ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ട മിനിമം ക്വാളിഫിക്കേഷനാണ് ബയോടെക്നോളജിയിൽ ബിടെക് അല്ലെങ്കിൽ BSc ഡിഗ്രി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ ബിടെക്, BSc ബയോടെക്നോളജി കോളേജുകളെ കുറിച്ചും അഡ്മിഷൻ ക്രൈറ്റീരിയ, എൻട്രൻസ് തുടങ്ങി ബയോടെക്നോളജി കോഴ്സിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. നിങ്ങൾ ബയോടെക്നോളജിയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞിരിക്കുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിയ ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. കാരണം അത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും എന്നത് തീർച്ചയാണ്. ജീവശാസ്ത്രവും ടെക്നോളജിയും കമ്പൈൻ ചെയ്ത് മനുഷ്യരുടെ ആരോഗ്യത്തിനും കൃഷിക്കും ഫുഡ് പ്രൊഡക്ഷനും റിസർച്ചിനും സഹായിക്കുന്ന ഒരു പ്രധാന മേഖലയാണ് ബയോടെക്നോളജി. അതുകൊണ്ട് തന്നെ സയൻസ് ഫീൽഡിൽ റിസർച്ച്, ലാബ് വർക്ക് അല്ലെങ്കിൽ ഭാവിയിൽ വിദേശ ജോലി ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സ് ഒരു കരിയർ ഓപ്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി BSc ബയോടെക്നോളജി കോഴ്സ് എന്താണെന്ന് നോക്കാം. BSc ബയോടെക്നോളജി എന്നത് ലിവിംഗ് ഓർഗാനിസംസ്, സെൽസ്, ജീൻസ് എന്നിവ ഉപയോഗിച്ച് പുതിയ മെഡിസിൻസ്, വാക്സിൻസ്, ഫുഡ് പ്രോഡക്ട്സ് എന്നിവ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സയൻസ് ഡിഗ്രി കോഴ്സാണ്. ഈ കോഴ്സിൽ മൈക്രോബയോളജി, ജെനറ്റിക്സ്, മോളിക്കുലർ ബയോളജി, ബയോകെമിസ്ട്രി, സെൽ ബയോളജി മുതലായ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഉള്ളത്. ഇനി കേരളത്തിൽ ബയോടെക്നോളജി കോഴ്സിലേക്ക് അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നോക്കാം. കേരളത്തിൽ ബയോടെക്നോളജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ പ്രത്യേകിച്ച് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ബിടെക് ബയോടെക്നോളജി ഉൾപ്പെടെയുള്ള അലൈഡ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. എന്നാൽ ചില കോളേജുകളിൽ നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ നേരിട്ടും ബിടെക് ബയോടെക്നോളജി കോഴ്സിലേക്കും BSc ബയോടെക്നോളജി കോഴ്സിലേക്കും പ്രവേശനം സാധ്യമാണ്. കൂടാതെ BSc ബയോടെക്നോളജി കോഴ്സിലേക്കുള്ള അഡ്മിഷനും നീറ്റ് അടിസ്ഥാനത്തിലല്ല നടക്കുന്നത് എന്നുകൂടി സൂചിപ്പിക്കട്ടെ. എന്നാൽ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എല്ലാ കോളേജുകളിലും നീറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അഡ്മിഷൻ സാധ്യമാവുക. ഇവിടെ ബയോടെക്നോളജി കോഴ്സുകൾക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ നീറ്റ് UG പരീക്ഷ എഴുതുകയും അതിനുശേഷം CEE കേരള വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കുകയും വേണം. കൂടാതെ നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം കേരള എൻട്രൻസ് കമ്മീഷണർ പോർട്ടൽ വഴി ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടതും നിർബന്ധമാണ്. ഇങ്ങനെയാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ ബിടെക് ബയോടെക്നോളജി ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്കുള്ള മെറിറ്റ് സീറ്റ് അലോട്ട്മെന്റ് നടക്കുന്നത്. ഈ കോഴ്സിന് അപേക്ഷിക്കാനായി സയൻസ് വിഷയങ്ങളിൽ കുറഞ്ഞത് 50% മാർക്കോടെയെങ്കിലും +2 പാസ്സായിരിക്കണം. SC/ST വിഭാഗങ്ങളിൽ പെട്ടവർക്ക് മിനിമം 40% മാർക്കെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ അർഹതയുണ്ട്. മാർക്ക് കുറവുള്ളവർക്ക് പ്രൈവറ്റ് കോളേജുകളിൽ അനുവദിച്ചിട്ടുള്ള മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. ബിടെക് ബയോടെക്നോളജിയോടൊപ്പം ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകളും കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് കൂടാതെ പ്രൈവറ്റ് കോളേജുകളിലും ലഭ്യമാണ്. ഇനി ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഗവൺമെന്റ് കോളേജുകളിൽ ഏകദേശം 10,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് വാർഷിക ഫീസ് ഈടാക്കുന്നത്. പ്രൈവറ്റ് കോളേജുകളിൽ ഫീസ് ഓരോ കോളേജ് അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. എങ്കിലും ഏകദേശം 50,000 മുതൽ 1,00,000 വരെ വാർഷിക ഫീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി കേരളത്തിലെ ബയോടെക്നോളജി കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് ബയോടെക്നോളജി കോളേജുകൾ ഇനി പറയുന്നവയാണ്: യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം, മഹാരാജാസ് കോളേജ് എറണാകുളം, ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് തലശ്ശേരി, ഗവൺമെന്റ് കോളേജ് ഫോർ വിമൻ തിരുവനന്തപുരം തുടങ്ങിയവയാണ്. പ്രൈവറ്റ് ബയോടെക്നോളജി കോളേജുകളിൽ ചിലത് ഇനി പറയുന്നു: അമൃത വിശ്വവിദ്യാപീഠം കൊച്ചി, SEMS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബയോസയൻസ് ആൻഡ് ബയോടെക്നോളജി കൊച്ചി, സെന്റ് തെരേസസ് കോളേജ് എറണാകുളം, മാർ ഇവാനിയസ് കോളേജ് തിരുവനന്തപുരം, CMS കോളേജ് കോട്ടയം തുടങ്ങിയവയാണ്. ഇനി ബയോടെക്നോളജി കോഴ്സിന്റെ സ്കോപ്പും ജോലി അവസരങ്ങളും നോക്കാം. ബയോടെക്നോളജി കഴിഞ്ഞാൽ സ്റ്റുഡൻസിന് ജോലി ലഭിക്കാവുന്ന മേഖലകൾ റിസർച്ച് ലാബ്സ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, ഫുഡ് ഇൻഡസ്ട്രി, അഗ്രികൾച്ചറൽ സെക്ടർ, ബയോടെക്നോളജി കമ്പനീസ് തുടങ്ങിയവയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് BSc ബയോടെക്നോളജി കോഴ്സിനേക്കാളും കൂടുതൽ അവസരങ്ങളും ശമ്പളവും ബയോടെക്നോളജിയിൽ ബിടെക് കഴിഞ്ഞവർക്കായിരിക്കും എന്നതാണ്. മറ്റൊരു കാര്യം, വിദേശ രാജ്യങ്ങളിൽ കുറച്ചൊക്കെ അവസരങ്ങളുണ്ട് എങ്കിലും മറ്റ് പ്രൊഫഷനുകളെ അപേക്ഷിച്ച് ഈ ഫീൽഡിൽ ജോലി അവസരങ്ങൾ പൊതുവെ കുറവാണ് എന്നതാണ്. ഇനി ബയോടെക്നോളജിയിൽ ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. MTech ബയോടെക്നോളജി, MTech മൈക്രോബയോളജി, MSc ബയോടെക്നോളജി, MSc ജെനറ്റിക്സ്, MBA ഹെൽത്ത് കെയർ, MBA ഫാർമ മാനേജ്മെന്റ് കൂടാതെ മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് ശേഷം PhD തുടങ്ങിയവയാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കുള്ള പ്രധാനപ്പെട്ട ഓപ്ഷനുകൾ. ഇനി സാലറി റേഞ്ച് നോക്കാം. ഡിഗ്രി കഴിഞ്ഞ ഫ്രഷേഴ്സിന് 15,000 മുതൽ 20,000 രൂപ വരെയും മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് 25,000 രൂപ മുതൽ 50,000 രൂപ വരെയുമാണ് സാധാരണ ലഭിക്കാറുള്ള ശമ്പളം. എക്സ്പീരിയൻസ് കൂടുന്തോറും ഓരോ ഫേം അനുസരിച്ച് സാലറിയിൽ വ്യത്യാസം വന്നേക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ:
പൊതുവെ ഈ ഫീൽഡിൽ മറ്റ് മെഡിക്കൽ ഫീൽഡുകളെ അപേക്ഷിച്ച് അവസരങ്ങൾ കുറവാണെങ്കിലും നല്ല ബ്രൈറ്റായ സ്റ്റുഡൻസിന് ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി നല്ല ഓഫറുകൾ ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇന്റേൺഷിപ്പ്, റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് കൂടാതെ പ്ലേസ്മെന്റുമുള്ള കോളേജുകളിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ, പ്രത്യേകിച്ചും കോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ഇതിലും മികച്ച ജോലി സാധ്യതയും ശമ്പളവും കൂടാതെ വിദേശ ജോലി അവസരങ്ങളുമുള്ള കോഴ്സുകൾ ഇപ്പോൾ ലഭ്യമാണ് എന്നുകൂടി മനസ്സിലാക്കിയ ശേഷം ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. അതല്ല, നിങ്ങളൊരു ബ്രൈറ്റ് സ്റ്റുഡന്റ് ആണെങ്കിൽ റിസർച്ചിന് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ ധാരാളം ഓപ്ഷൻസ് ഉള്ള ഒരു കോഴ്സാണിത്. ചുരുക്കത്തിൽ ആവറേജ് സ്റ്റുഡൻസിന് പൊതുവെ ബയോടെക്നോളജി ഫീൽഡിൽ ജോലി അവസരങ്ങൾ കുറവാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ എഡ്യൂക്കേഷൻ, ജോലി അവസരങ്ങൾ തുടങ്ങിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ ഇന്ത്യയിലും വിദേശത്തുമുള്ള ജോലി അവസരങ്ങളെക്കുറിച്ചും BDS, വെറ്റിനറി, BSc നഴ്സിംഗ്, BPT, BSc ന്യൂക്ലിയർ മെഡിസിൻ, മെഡിക്കൽ PG, PhD, പ്ലേസ്മെന്റ് ഉള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ തുടങ്ങിയ നിരവധി വീഡിയോകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവ കാണാവുന്നതാണ്. മാത്രമല്ല, അഡ്മിഷൻ ഗൈഡൻസിനായി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതുമാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ ഞങ്ങൾ മറുപടി തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.